ഈ സുരേഷ് ഗോപി ആ പേര് കേൾക്കുമ്പോൾ തന്നെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു വികാരമാണ്, അഭിമാനമാണ്. ചേട്ടന് സ്വയം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തന്നെ ഭയങ്കര വികാരം അല്ലേ? പിന്നെ അച്ഛനെ കുറിച്ച് മകനും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഓബിയസ് ആയിട്ടുള്ള കാര്യം ആണ്. അപ്പൊ അച്ഛനോട് ഇടയ്ക്ക് വന്ന് പറയാറുണ്ടോ, കേൾക്കുമ്പോ എനിക്ക് തന്നെ ഒരു ഗൂസ് ബംസ് ഉണ്ടാവുന്നെന്ന്? ബാക്കിയുള്ളവരോട് പറയാറുണ്ട്. എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും അച്ഛൻ്റെ അടുത്ത് ഒഴിച്ച് ബാക്കി എന്റെ അടുപ്പമുള്ള എല്ലാവരുടെ അടുത്തും എനിക്ക് ഗൂസ് ബംസ് ഉണ്ടാവാറുണ്ട്. എപ്പോഴാണെന്നറിയാം, എന്റെ ചില പെർഫോമൻസസ് കാണുമ്പോഴത്തേക്കും ചിലപ്പം അങ്ങനെ. ഇന്നലെ ചേട്ടൻ ലുലു മോളിൽ തകർക്കണ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് തോന്നിയായിരുന്നു, ജസ്റ്റ് റിമെമ്പർ ദാറ്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തകർത്തതേ അല്ല, അവിടെ വന്നവരാണ് തകർത്തത്. അല്ല സത്യത്തിൽ ചേട്ടാ, ഈ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് ഇങ്ങനെ കാണിക്കണം എന്തിനായിരുന്നു? അത് അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥവും വരലും ഏതാണെന്ന് ജനങ്ങൾക്ക് അറിയാം. പിന്നെ അതിൽ ആക്ച്വലി ഒരു വ്യത്യാസമുണ്ട്. ഈ ജസ്റ്റർ വേറെ ഫിലിമിൽ നിന്നും ജസ്റ്റ് റിമെമ്പർ ദാറ്റ് വേറെ ഫിലിമിൽ നിന്നാണ്. ഇത് മിമിക്രി ആർട്ടിസ്റ്റ് അതിനെ അവര് ഷോ പെർഫോം ചെയ്യുമ്പോൾ കൂടെ അങ്ങ് മിക്സ് ചെയ്ത് ഒരിടത്ത് കൊണ്ടുവന്ന. ഓർമ്മയുണ്ടോ ഈ മുഖം, അത് കമ്മീഷണറിലെയാണ്. മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടമേദിയും അതും കമ്മീഷണറിലെയാണ്. പക്ഷെ അപ്യോസ്, അത് അപ്യോസ് എന്ന് അങ്ങനെ ഒരു ചൊല്ലില്ലല്ലോ എന്ന് ചോദിച്ചാൽ അതും അറിയേണ്ടവർക്കെല്ലാം അറിയാം. അതിനപ്പുറത്ത് ഒരു വാക്കൂടെ ഉണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഏത് വിരലാണെന്നുള്ളതും അവർക്ക് അറിയാം. അപ്പൊ നമുക്കിവിടെ സെൻസർ നിയമങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ വിരല് കാണിച്ചു കഴിഞ്ഞാൽ സെൻസറിന് മുറിക്കാനൊക്കെ തന്നെ. വേറെ ചില വിരലുകൾ കാണിച്ചു കഴിഞ്ഞാൽ മുറിക്കാൻ തോന്നും. അപ്പൊ മുറിക്കാൻ നമ്മൾ നിന്ന് കൊടുക്കില്ല, അതിനുവേണ്ടി ചെയ്തതാണ്. അതാണ് അതിന്റെ രഹസ്യല്ലേ? ഇറ്റ് ഇംപ്ലൈസ്. ഓ റിയലി? And the implication or the thud is more heavy when we do that. സുരേഷ് ഏട്ടാ, ഞാൻ സുരേഷ് ഏട്ടൻ ഒരു ചാലഞ്ച് തരട്ടെ. അതായത് ഞാൻ എന്റെ സംസാരം കേട്ടോ ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്ന ആളാണ്. സുരേഷ് ഏട്ടൻ അങ്ങനെ ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്ന ഞങ്ങൾ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഇത്ര സ്പീഡിൽ ചേട്ടൻ ഇന്റർവ്യൂ മൊത്തം സംസാരിക്കാൻ പറ്റുമോ? Then you will have to interview Bharat Chandran or Madhavan IPS. അല്ല, സുരേഷ് ഗോപി. അതൊരു റിസ്ക് ആയിരിക്കും. എനിക്കാണ് നോക്കാം. അങ്ങനെ ചടുലമായ ചോദ്യം ചോദിക്കുക ചിലപ്പോ ആണ് അങ്ങനെ ചടുലമായ ചോദ്യങ്ങൾ. ഞാൻ പക്ഷെ എന്റെ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര ഹൃദയത്തിൽ നിന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ? ഞാൻ എന്റെ മനസ്സിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയുള്ള ചോദ്യങ്ങളാണെങ്കിലും ഹൃദയത്തിൽ നിന്ന് ദുരുദ്ദേശമൊന്നും ഇല്ലാത്ത ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഹൃദയത്തിൽ നിന്ന് മറുപടി വരും. ഇല്ലെങ്കിൽ എനിക്ക് ബുദ്ധിയിൽ നിന്ന് നാവിലൂടെ മറുപടി വരും. അച്ഛൻ ഭയങ്കര ഭയങ്കര മാസ് ഡയലോഗുകളായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ എങ്ങനെ പിടിക്കും? ഒരു എവിടെങ്കിലും വരുമെങ്കിൽ വന്നോട്ടെ അല്ലേ? അതാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു കഥയും കൂടെ ചോദിച്ചിട്ട് ഞാൻ നമുക്ക് ഇന്റർവ്യൂലേക്ക് കിടക്കാം. അതായത് ഈ ജോഷിയേട്ടന്റെ സെറ്റിൽ നിന്ന് പണ്ട് ഇറങ്ങി ഓടിയ ഒരു കഥ ഇന്നലെ ലുലു മോളിൽ പറഞ്ഞില്ലേ, അതെന്തായിരുന്നു ആ കഥ? അത് ഈ തെലുങ്കും കന്നഡവും കൂടെ ഒരു സമയത്താണ് എടുക്കുന്നത്. ഞങ്ങള് നായർ സാബിന്റെ ഷൂട്ടിംഗ് ഫസ്റ്റ് ഷെഡ്യൂള് കാശ്മീരിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനന്ന് നാട്ടിൽ പോയി, അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന്